മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലം ഒരു കൊടിമരം കൊണ്ടുവന്ന് കയറ്റിയിരുന്നു. എന്നിട്ട് ഇങ്ങനെ ചുറ്റും കുറെ ആൾക്കാർ, വേറെ കുറെ ആൾക്കാരുണ്ട്, ഒരു പൈസ ഇടുന്ന കൊടിമരം വേറെ ഉണ്ട്. ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ചൂഷണമാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. അങ്ങനെ ഈ കൊടിമരം ചുറ്റുക, എന്നിട്ട് ഒരുത്തം പ്രസംഗിക്കുക, സഭാമറുവിന്റെ ഇടയിൽ നടന്ന പോലെ ഇവിടെ നടന്നാല്. അപ്പൊ നോക്കുമ്പോ അത് പറഞ്ഞപ്പോ പറയാണ്, ഇന്നിന്ന തങ്ങന്മാരും മൂല്യന്മാരൊക്കെ എഴുതിയ ബുക്കുണ്ട് ഈ കൊടിമരത്തിന്റെ ബഹുമാനം. ഏത് തങ്ങൾ എഴുതിയാലും ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അതാ അർബഈൻ നബിയുടെ ശറഹിൽ പറഞ്ഞതാ, അതൊക്കെ അന്ധവിശ്വാസമാണ്, അനാചാരമാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. മുസ്ലിം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സത്യത്തിൽ സമസ്തയുടെ ഒരു മുഖമാണ് ജാറങ്ങളും ഇതുപോലുള്ള നേർച്ചകളും ഈ ആത്മീയ ചൂഷണങ്ങളും സത്യത്തിൽ. അപ്പോൾ പേരോട് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയം നോക്കുമ്പോൾ ഇത് മൊത്തത്തിൽ സമസ്തൻ്റെ ഒരു നിലപാടാണോ അതോ ഈ വീഡിയോയിൽ പറഞ്ഞൊരു പ്രത്യേകമാണോ? എന്താണ് ഇപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ ചൂഷണങ്ങൾ എന്നതേ ശരിക്കും മനുഷ്യനിർമ്മിത കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഒരാത്മാവ് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. കാരണം അതിന് വലിയൊരു നിലനിൽപ്പ് ഉണ്ടാവില്ല. മറ്റൊന്ന്, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്ന് വന്ന വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ആത്മാവ് ഉണ്ടാവും, അഥവാ അത് വഹയിലൂടെ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ വാക്കാലും പ്രവൃത്തിയാലും അവിടുന്നിൻ്റെ അംഗീകാരത്താലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെപ്പോഴും ജീവുള്ളൊരു സംഗതി ആയിരിക്കും. അതിനെ നോക്കിയിട്ട് ഇനി ഒരാൾ എത്ര തവണ ചൂഷണമെന്ന് പറഞ്ഞാലും അതിനൊരു പോറൽ കേൾക്കില്ല. അപ്പോൾ അതാണ് ശരിക്ക് ഇസ്ലാം പറഞ്ഞതും ഇസ്ലാം പറയാത്തതും തമ്മിലുള്ളൊരു വലിയ വേർതിരിവ്.